തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മകൾ രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിന്റെ ലുക്കൌട്ട് നോട്ടീസാണ് പുറത്തിറക്കിയത്. 2019 ഉദയംപേരൂരിൽ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. ശരത് ഓങ്ങല്ലൂർ നൽകും വിവരങ്ങൾ. ശരത്ത്, പ്രതിക്കായി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തൃശൂർ പടിയൂരിൽ ഇന്നലെയാണ് അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നത് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു മകൾ വന്ന് നോക്കിയപ്പോഴാണ് വെള്ളായണി സ്വദേശികളായ മണി, മകൾ രേഖ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ തന്നെ ഇത് പ്രാഥമികമായിട്ട് ഇത് കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ രേഖയുടെ ഭർത്താവായിട്ടുള്ള പ്രേംകുമാറിനെതിരെ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. 2019 ഉദയംപേരൂരിൽ ആദ്യ ഭാര്യയായിട്ടുള്ള വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത് പ്രതി പ്രേംകുമാർ വളരെ ക്രൂരനായ ഒരു ക്രിമിനലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ഭാര്യയായിട്ടുള്ള ആദ്യ ഭാര്യയെ ഉദയംപേരിൽ കഴുത്തറുത്തായിരുന്നു പ്രേംകുമാർ കൊലപ്പെടുത്തിയിരുന്നത്. കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ അന്ന് രക്ഷപ്പെട്ടത് ദൃശ്യം മോഡലിലായിരുന്നു. പ്രേംകുമാറിന്റെ ഫോൺ ട്രെയിനിൽ വടക്കേ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്ന സാഹചര്യമുണ്ടായി. അന്ന് അതിസാഹസികമായിട്ടാണ് പ്രേംകുമാറിനെ കൊലപാതക കേസിൽ പിടികൂടിയത്. നിലവിൽ ഇരുവരുടെയും കൊലപാതകത്തിനകത്തും പ്രേംകുമാറിന്റെ ഒരു പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രേഖകൾ പോലീസിന് കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും ഫോട്ടോയ്ക്കടുത്ത് നിന്ന് ഒരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഇനി ജീവിച്ചിരിക്കാൻ അർഹരല്ല എന്ന രീതിയിലൊരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രേംകുമാറാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിലാണ് അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.